ഹലോ, എടി നീ ഇന്ന് വരുന്നില്ലേ? എടി ഞാൻ ഇന്ന് ലീവ് പറഞ്ഞാ. ഇത് പെട്ടെന്ന് വിളിച്ച് കാർത്തിക ഇന്ന് ഷിഫ്റ്റിന് കയറണമെന്ന് പറഞ്ഞ എവിടത്തെ മര്യാദയാ? എടി ഒരു മിനിറ്റ്, ഇതേ ക്യാബ് വരുന്നു. ചേട്ടാ, OTP 2256. ഓക്കെ. ആടാ പറ. എടാ എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. പിന്നെ എന്ത് എമർജൻസി? ഇതാ മാനേജർ വേണ്ടി എനിക്കിട്ട് പണിയായിരുന്നയാ. പുള്ളി പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ നോ പറഞ്ഞു. അതിന്റെ ചൊറിയാ. നീ കുറച്ചുകൂടെ നോക്ക്. കൂടുതൽ ഓവർ ആവുകയാണെങ്കിൽ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ ഉറുത്തമാർ കയറി വരുന്നേ? ഞാൻ വിളിക്കാം. ചേട്ടാ OTP 8866. ഓക്കെ. നീ എന്താ ഇവിടെ? അല്ല ഞാനിവിടെ ജോലിക്ക്. അല്ല അത് ചോദിക്കാം, നീ ആരാണ്? അല്ലെങ്കിലും എല്ലാ മരണങ്ങളും കറക്റ്റായിട്ട് ഇങ്ങോട്ടല്ലേ വരുള്ളൂ. ഈശ്വര, വിധിക്ക് പോലും ഇങ്ങനൊരു ക്രൂരത കാണിക്കരുതേ. ഹലോ ബേബി. ബേബി പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിന്റെ അച്ഛനെ പോയി വിളിക്കടാ ബേബിന്ന്. ആ ഇപ്പൊ കേക്കാം. ബേബി പറഞ്ഞോ. നിന്റെ ബേബിനെ അടിച്ച് കലക്ക് ഞാൻ. മര്യാദയ്ക്ക് എന്റെ പൈസ തന്നോ? ഉമ്മയോ? ഇപ്പൊ തരാൻ പറ്റില്ല ബേബി. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരല്ലേ, അപ്പൊ തരാം. ആ ഞാൻ നിന്റെ വീട്ടിൽ തന്നെ കാണും. നീ ഷിഫ്റ്റ് കഴിഞ്ഞു വാ, ഞാൻ തരാം. അവന്റെ ഒരു അഭിനയം. ഓക്കെ ബേബി, അവിടെ തന്നെ കാണണേ. ബൈ ഉമ്മ. എന്താ ചെയ്യാ? കേട്ടോ ചേട്ടാ, അവള് കുക്ക് ചെയ്യുന്ന ഫുഡേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അല്ലാത്ത ചിലരെ പോലെ കരിഞ്ഞ ദോശയും ചമ്മന്തി ഉണ്ടാക്കി ആളെ കൊല്ലില്ല. ഹായ് വിവേക്, ഞാൻ ദേ ക്യാബിലാ. ബോറൊന്നും അടിക്കുന്നില്ല. നീ അന്ന് എനിക്ക് പാടിത്തന്ന മറ്റേ പാട്ടില്ലേ, ആ ഗിറ്റാർ ട്യൂണൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. അടുത്ത ആഴ്ച നമ്മൾ കഫേ പോയില്ലേ, എനിക്ക് അന്നത് പാടിത്തരണം കേട്ടോ. യു ആർ സോ ക്യൂട്ട്. വിവേക്. അത് പോട്ടെ, നീ ജിമ്മിൽ പോവാൻ തുടങ്ങിയല്ലേ? ഇപ്പൊ നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. ചിലരെ പോലെ പപ്പട ലുക്കൊക്കെ മാറി. പക്ഷെ മറ്റേ നിന്റെ അത് കോള് കട്ടായത് ഞാൻ കണ്ടില്ല. എന്റെ അടുത്തൂടായിപ്പോ കൂടുതൽ ഓവറാക്കല്ലേ? അല്ലെങ്കിൽ നിനക്ക് പണ്ടേ കള്ളത്തരം കാണിക്കാനും പറയാനും ഒന്നും അറിയത്തില്ല. ഇതൊക്കെ നിനക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ബ്രേക്കപ്പ് ആയത്. അത് പറഞ്ഞപ്പോഴാ നീ ആരെയാടി പപ്പടം ഒന്ന് വിളിച്ചത്? താൻ എന്തിനാണോ എന്നെ ചൊറിയുന്നേ? താൻ തന്റെ ബേബിയുടെ കൂടെ തിന്നാൻ പോടോ. ഞാൻ പോവും. അവള് നിന്നെ പോലെ സൈക്കോ അല്ല. 2 വർഷം മുന്നേ നിന്നോട് ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് സമാധാനം എന്താന്ന് മനസ്സിലായത്. ഞാൻ സൈക്കോയാ? എടാ നന്ദി കേട്ടവന്. അന്ന് നിന്റെ ബർത്ത്ഡേക്ക് 20,000 രൂപ കണ്ടവന്റെ കടം വാങ്ങിച്ചിട്ട് നിനക്ക് ഈ വാച്ച് വാങ്ങിച്ചു വന്നത്. എന്നിട്ട് എന്നെ സൈക്കോന്ന്. ആ വാച്ചിന്റെ ബാറ്ററി അടുത്ത മാസം തന്നെ തീർന്നു. ചൈനീസ് സാധനം മേടിച്ചു തന്നിട്ട് ഇപ്പൊ സെന്റിമെന്റ്സ് ഇറക്കുന്ന. അതെ, ഈ കണ്ട ആപ്പ ഉപ്പകൾക്ക് ഇതൊന്നും ഓടത്തില്ല. ഇത് കെട്ടാനും ഉപയോഗിക്കാനും വേണം കുറച്ച് ക്വാളിറ്റി. കണക്ക് പറയാനുണ്ടെങ്കിൽ എനിക്കുണ്ട് കുറെ പറയാൻ. നിന്റെ ചെരുപ്പ് മുതൽ തൊപ്പി വരെ മേടിച്ചതിന്റെ കണക്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതപ്പോ തരും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, എന്നാ നീ എന്റെ ഐവാച്ച് താ. ആദ്യം നീ ഐവാച്ച് എടുക്ക്. അതെങ്ങനെ തരാൻ പറ്റും? എനിക്ക് ഇപ്പൊ വേണം. അതെങ്ങനെ പറ്റും? അതെങ്ങനെ ശരിയാവും? നീ പറ. ബുദ്ധിമുട്ടാവില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഇത് കേട്ടിട്ട് എന്തോ പോലെ ആവുന്നു. ഞാനൊരു പാട്ട് വെച്ചോട്ടെ? എന്തേലും ചെയ്.
ചേട്ടാ ഈ പാട്ടൊന്ന് മാറ്റൂ. ഇയാൾക്ക് വയ്ക്കാൻ കണ്ട പാട്ട് വേറെ വല്ല ഭക്തിഗാനം പോലും ഇറോ. ചേട്ടാ ഇതൊന്ന് നിർത്താവോ? ഭ്രാന്ത് പിടിക്കുന്നു. എന്താ കട്ടിന്ന്? ദോശ ഉണ്ടാക്കാനേ ബേബി വിളിക്കുന്നതായിരിക്കും. ഞാൻ കോൾ എടുക്കും, എടുക്കാതിരിക്കും. അല്ല, എന്റെ ദോശക്ക് എന്താടി ഒരു കുഴപ്പം? നീ ഉണ്ടാക്കുന്ന ഉപ്പുമാവുണ്ടല്ലോ, ഉപ്പുമാവെന്ന പേരിൽ നീ ഉണ്ടാക്കുന്ന എല്ലോ സിമെന്റ് മിക്സ്, അത് തിന്നിട്ട് എന്റെ വയറ്റിൽ നിന്ന് അംബുജ സിമെന്റ് പോലെ പുറത്തു പോയത്. അതെ, ഇയാൾ എന്റെ ഉപ്പുമാവിനെ പറ്റി ഒന്നും പറയണ്ട. എന്റെ അമ്മയുണ്ടല്ലോ, അന്നേ പറഞ്ഞ നിന്നെ പോലത്തെ ഒരു കൂതരാനെ നോക്കണ്ടെന്ന്. എന്റെ ഭാഗ്യത്തിന് അന്നേരം തന്നെ ബ്രേക്കപ്പ് പറഞ്ഞു പോവാൻ തോന്നിയത്. ബ്രേക്കപ്പ് നീയാണ് പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത്. എനിക്ക് നിന്റെ ഓവർ പൊസസീവ്നെസ് മടുത്തിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്, കാർത്തിക നമ്മൾ തമ്മിൽ മാച്ച് ആവില്ല, എനിക്ക് ബ്രേക്കപ്പ് ആണെന്നുള്ളത്. ഓ, അപ്പൊ നിനക്ക് മെമ്മറി ലോസും തുടങ്ങി. ഞാനാണ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് നിന്റെ ഈഗോ എന്റെ തലയിൽ വെച്ച് നടക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. എന്നിട്ട് നീ അന്ന് കരഞ്ഞു പറഞ്ഞത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്, കാർത്തിക പ്ലീസ് എന്നെ വിട്ടു പോവല്ലേ എന്നുള്ളത്. ഞാൻ കരഞ്ഞെന്നാ? ഞാനാ? എന്റെ പൊന്ന് ഡ്രൈവറേട്ടൻ, ഞാൻ കരഞ്ഞെന്ന്. അതെ, ഇവള് ബ്രേക്കപ്പ് വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ താടികീറി ചിരിച്ചുകൊണ്ട് 2 പാക്കറ്റ് ലേസ് മേടിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ കരഞ്ഞെന്ന്. എന്തായാലും ബ്രേക്കപ്പ് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നീ കൂടുതൽ കളിക്കല്ലേ, ഞാനാണ് നീ ചിന്തിച്ചു തുടങ്ങുമ്പോ നീ ആദ്യം പറഞ്ഞത്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ആദ്യം തീരുമാനിച്ചതും നിന്റെ അടുത്ത് പറഞ്ഞതും ഞാനാണ് ആദ്യം പറഞ്ഞത്. അല്ല, ഞാനാ പറഞ്ഞത്. ഞാനാണ് ആദ്യം എനിക്ക് പറഞ്ഞത്. എന്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഇനി നിങ്ങൾ മിണ്ടായിരുന്നില്ലേ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. സോറി, ഞാൻ പെട്ടെന്ന് ഓരോന്ന് ഓർത്തപ്പോ. കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങളും കുറച്ച് ഓവറായിരുന്നു. അതെ, പറയാൻ ആളാണോന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്താ? നിങ്ങൾ വലിയ ജോലിക്കാരും ലക്ഷങ്ങളിൽ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് തോറ്റു കൊടുക്കാൻ നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ല അല്ലേ? ഒരു 10 വർഷം മുമ്പ് ഞാനിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ഭാര്യ സുനിത, 2 മക്കള്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചു പോവായിരുന്നു. പക്ഷെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ദേഷ്യം. എന്ത് ചെറിയ കാര്യത്തിനും ഞാൻ അവളെ വഴക്കു പറയായിരുന്നു. കറിക്കുപ്പില്ലെങ്കിലും വീട് വൃത്തിയാക്കിയില്ലെങ്കിലും ഒക്കെ ഞാൻ അവളോട് വല്ലാണ്ട് ഒച്ച വയ്ക്കും. അല്ല, അതിപ്പോൾ നിങ്ങൾ വഴക്കൂടി പോലെ ഒന്നല്ല കേട്ടോ, നന്നായിട്ട് ഞാൻ ഒച്ച ഉണ്ടാക്കുമായിരുന്നു അവളോട്. സുനിത ഒരു പാവമായിരുന്നു. എൻ്റെ വഴക്കുകളൊക്കെ സഹിച്ച് കരച്ചിലുള്ളിലൊതുക്കി അവളങ്ങനെ ജീവിച്ചു. ആ സമയത്ത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയും തളർച്ചയൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അവളത് എന്നോട് പറഞ്ഞൊന്നുമില്ല. ഞാനെപ്പോഴും വഴക്കിടുന്ന രീതിയൊക്കെ കണ്ടിട്ട് അവൾക്കെന്നെ ഭയങ്കര പേടിയായിരുന്നു. ഇനി അവളുടെ അവസ്ഥ എന്നോട് പറഞ്ഞാൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തുമോ, അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുമെന്നൊക്കെ. അങ്ങനെ പേടിച്ച് അവളുടെ അവസ്ഥ എന്നോട് പറയാതെ അവൾ മറച്ചു വെച്ചു. മാസങ്ങളോളം പാവം വേദന കടിച്ചു പിടിച്ച് ജീവിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നു. ഞാൻ അവളോടൊരു ചായ ചോദിച്ചു. ചായ തരാൻ അവളെപ്പം വൈകിപ്പോയപ്പോൾ ഞാൻ പതിപോലെ ഒച്ചയുണ്ടാക്കി. പെട്ടെന്ന് അവൾ അടുക്കളയിൽ തല ഇറങ്ങി വീണു. എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ വേഗം അവളെ എടുത്ത് വേഗം വണ്ടിയിൽ ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞുപോയി. അവളുടെ തലച്ചോറിൽ വലിയൊരു ട്യൂമർ വളരുന്നുണ്ടായിരുന്നു. അത്രയും നാൾ അവളെന്നെ പേടിച്ചിട്ട് ആ വേദന ആരോടും പറയാതെ ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പോയി.
ഒരു പക്ഷേ അവളത് എന്നോട് പറയായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ മരിച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവളൊരു ഡയറി കിട്ടി. അതിൽ മുഴുവൻ അവളുടെ വേദനകളെ പറ്റി അവൾ എഴുതിയിരുന്നത്. എന്നോട് പല സമയത്ത് ഇത് പറയണമെന്നും പക്ഷെ എന്നെ ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളും ഇതൊക്കെ കണ്ടാണല്ലോ വളർന്നത്. അവരുടെ അമ്മ പോകാൻ കാരണം ഞാനാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. മകനിപ്പോൾ ബാംഗ്ലൂരും മകള് ചെന്നൈയിലാണ് കേട്ടോ. രണ്ടുപേരും ജോലിയൊക്കെ കിട്ടി അങ്ങനെ സെറ്റിലായി. അവർ എന്നെ ഇപ്പോൾ വിളിക്കാറൊന്നുമില്ല. ഞാനെന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ട് വിളിച്ചാലും അവർ ഫോൺ എടുക്കാറൊന്നുമില്ല. അവർ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോഴും ആ പഴയ ദേഷ്യക്കാരൻ അച്ഛനാണെന്ന്. ഇപ്പം അവർക്ക് എന്നെ പേടിയായിരിക്കും. വണ്ടി ഓടിച്ചിരുന്ന പൈസ കൊണ്ട് ഞാനൊരു ചെറിയ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും മനസ്സുകൊണ്ട് അവളോടിങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വഴക്കൂടണം കണ്ടിട്ടാട്ടോ. നിങ്ങളുടെ ഉള്ളിലും പരസ്പരം ഇപ്പോൾ നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്ര ദേഷ്യം വരുന്നേ. പക്ഷേ ഈഗോ കാണിച്ച് നിങ്ങൾ പരസ്പരം അകന്നു പോകരുത് കേട്ടോ. ദേഷ്യം കൊണ്ട് നമ്മൾ ഓരോന്ന് പറയും, പക്ഷെ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പരസ്പരം ക്ഷമിക്കാനും തിരുത്താനും ഒക്കെ നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് നോക്കണം. പിന്നീട് അത് തിരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല. ഇപ്പം എൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ. വരിയായി പാട്ടിലേറാം ഉള്ളിലീണങ്ങളിൽ പതിയെ പാതി ഞാനോതാം നിൻകാതിന്നോരങ്ങളിൽ സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ. തിരുവെല്ലാം പൂത്ത മരമില്ലേ, എരിവെയിലിൽ കൂടെ വരികില്ലേ, കടലാസിൽ കോർത്ത വരിയെല്ലാം പല നാളും കൊണ്ടലഞ്ഞില്ലേ. നീയും കണ്ണാലെന്നെ തിരയുന്നേ, ഞാനും ഉള്ളാലിന്ന് വലയുന്നേ, പിഴിക്കോണിലാകെ നിൻ കനവിന്റെ തിരിവിരി. സാഖസപ്ത പദീഭവ സാഖായു പദീഭുവ സാഖയാതോ ഗമായമാ. നിന്റെ വീട്ടിലെ പപ്പി എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അവൻ ഇന്നലെ ഇഞ്ചക്ഷൻ ആയിരുന്നു. ഓ, എന്തായിരുന്നു അവന്റെ പേര്? മറന്നു. നിന്റെ മറവിക്കൊരു കുറവുമില്ലല്ലോ. ആ കിട്ടി, ടോഫി. ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇത് ഓർത്തെടുക്കുന്ന്. അതെന്താ? അല്ല, നിന്റെ മറവി രോഗം എനിക്ക് പണ്ടേ അറിയാലോ. മറവി അത്യാവശ്യം എനിക്കുണ്ട്. പക്ഷേ കിച്ചു, നിന്റെ എന്തെങ്കിലും കാര്യം ഞാൻ എപ്പോഴെങ്കിലും മറന്നിട്ടുണ്ടോ?
നീ കിച്ചുന്ന് വിളിച്ചപ്പോ പെട്ടെന്നെന്തോ നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. നമ്മൾ എന്തിനാ ബ്രേക്കപ്പ് ആയത്? എന്തായിരുന്നു കാരണം? കാരണം എന്താ? ഒരു കാരണവുമില്ല. എന്തേലും തുടങ്ങിക്കഴിഞ്ഞാൽ നീ വിട്ടുതരില്ല, അതിനപ്പുറം ഞാനും വിട്ടുതരില്ല. നമ്മളെന്നാ കഫേയിൽ വെച്ച് അടിയുണ്ടാക്കിയിട്ട് നീ എന്നെ കോള് ബ്ലോക്ക് ചെയ്തില്ലേ? ആ അതാ സമയത്ത് ആ ദേഷ്യത്തില് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ ബ്ലോക്ക് ചെയ്തതാ. പക്ഷെ ഞാൻ ബ്ലോക്ക് മാറ്റാൻ വന്നപ്പോഴേക്കും നീ എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തില്ലേ? ആഹാ, അത് കണ്ട് നീ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്ത്. തിരിച്ച് നീ എന്നെ ജിപേയിൽ ബ്ലോക്ക് ചെയ്യുന്നു, ഞാൻ ട്വിറ്റർ, നീ ടെലിഗ്രാം, ഉള്ള എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത്. നമ്മള് തീരെ മെച്ചൂർഡ് അല്ലായിരുന്നല്ലേ? എന്ന് വെച്ച് ഇപ്പൊ മെച്ചൂർഡ് ആണെന്നാണ്? ഒരു 5 മിനിറ്റ് മുന്നേ എന്തോ ആയിരുന്നു. നീ റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പോ എത്ര നാളായി? നമ്മള് ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? 2 years. ആ 2 വർഷമായിട്ട് ഞാൻ റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പോ നേരത്തെ വിളിച്ച ബേബി? ആ അത് നിന്നെ വട്ടാക്കാൻ വേണ്ടി ഞാൻ വെറുതെ കളിച്ചതാ. അങ്ങനെ ആരുമില്ല. പ്രവീണെ, അപ്പൊ എന്താ ഇത്രയും നാളും നീ വേറെ ആരെയും നോക്കാഞ്ഞ്? നോക്കിയില്ല, നോക്കാത്തല്ല. ബമ്പിളും ടിൻഡറും ഹിഞ്ചും എല്ലാം നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. സത്യം പറഞ്ഞ പെണ്ണ് കിട്ടിയില്ല. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞ നിന്നെ പോലെ ആരെയും കിട്ടിയില്ല. ആ അതൊക്കെ പോട്ട്, നിന്റെ കാര്യം പറ. ആരാ ആ ഹതഭാഗ്യൻ? അത് ഞാൻ പറയണോ? നിനക്ക് ബാഡ് ആവില്ലേ? എന്തോന്ന് ബാഡ്? ചുമ്മാ പറയുന്നേ. എനിക്ക് അറിയാവുന്ന ഒരാളാണ്, നോക്കട്ടെ. നീ വിചാരിക്കണ പോലെ അവൻ അത്ര ഹതഭാഗ്യനൊന്നുമല്ല. ഓ, അത്രയ്ക്കൊരു സംഭവമാണോ? ആരാപ്പ കക്ഷി? ഇതാള് ചാർലി. എടി ദുഷ്ടി, നീ എന്നെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞ്. അപ്പൊ വിവേക്? വിവേക് എന്റെ ടീം ലീഡാ. പുള്ളി കല്യാണമൊക്കെ കഴിച്ച് 2 പിള്ളേരൊക്കെ ഉണ്ട്. നീ നിന്റെ ബേബീനെ വെച്ച് എന്നെ കുറച്ച് താത്തിക്കെട്ടാനൊക്കെ നോക്കുമ്പോ എനിക്ക് സ്കോപ്പ് കാണണ്ടേ? അപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നീ വേറെ ആരെയും? ഇല്ലടാ, ആരെയും നോക്കിയില്ല. നിന്നെ പോലത്തെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോനെ എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാ? ചേട്ടാ, ഓ, ആ പഴയ പാട്ടൊന്ന് ഇടുവോ? ഏതാ? കണ്ണിൽ കണ്ണിൽ നോക്കുന്നേരെന്നുള്ള പാട്ടാണോ? അതെ ചേട്ടാ, അത് തന്നെ. ഇപ്പൊ അത് കേൾക്കാൻ നല്ല രസമുണ്ട്. സുനിതേ, നീ കണ്ടോ? ഇന്ന് ഞാൻ കാരണം 2 പേര് പരസ്പരം തോറ്റു കൊടുക്കാൻ തയ്യാറായി.